എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് ആരൊക്കെയോ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുമെന്നാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നമുക്ക് എത്തിച്ചു തരാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് സജ്ജീകരിച്ചു തരാനായിട്ട് ആരൊക്കെയോ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരാണ് പലരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ ചുറ്റില് നമ്മളെ അറിയുന്ന ഏറ്റവും അടുത്തറിയുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹമോ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവമോ ചിന്താരീതികളോ ഒന്നും മനസ്സിലായിക്കോണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ യഥാർത്ഥത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സന്തോഷം എത്തിച്ചു തരിക എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. ഒരു പരിധിവരെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കുടുംബത്തിലുള്ള പലരുടെയും സ്വഭാവങ്ങളാണ് നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ദുഃഖത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള പലരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാവും. പലപ്പോഴും അത് ഏറ്റവും നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെ ബാധിക്കുക. നമ്മൾ മാനസികമായിട്ട് ഒരു ദുഃഖവും ഇല്ലാതെ വളരെ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരൊക്കെ അവരുടെ ഇമോഷൻ പ്രകടിപ്പിക്കുന്നത് വഴിയായിട്ട് നമ്മൾ വളരെയേറെ തകർന്നു പോകാനിട വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കും മറ്റുള്ളവരുടെ ചില ഇടപെടലുകൾ മൂലം നമ്മുടെ ഒരു ചിന്തകൾ തന്നെ താറുമാറായി പോകാറുണ്ട്. വളരെയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ നെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റുള്ളവരുടെ ചില ഇമോഷൻ കാരണം പിന്നീടുള്ള ഒരു ചിന്ത പോലും നമുക്ക് സാധ്യമാവാത്ത രീതിയിൽ നമ്മൾ അങ്ങേയറ്റം തകർന്നു പോകാറുണ്ട്. ഇതിൻ്റെ കാരണം നമ്മുടെ ഒരു സന്തോഷം നമ്മുടെ കൈപ്പിടിയിലല്ലാത്തത് കൊണ്ടാണ്. ആരൊക്കെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും ആരൊക്കെ ചുറ്റുവട്ടത്ത് നിന്ന് നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും അവരുടെ ഇമോഷൻ പ്രകടിപ്പിച്ചാലും അതൊന്നും നമ്മളെ മാനസികമായിട്ട് ബാധിക്കാതിരിക്കണമെങ്കിൽ നമുക്കൊരു മാനസിക പക്വത വേണം. ഇതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു ഫ്രസ്ട്രേഷൻസ് നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമ്മളാകെ തകർന്നു പോകുന്നത്. അത് നമ്മുടെ സന്തോഷത്തേക്കെടുത്തും നമ്മുടെ കാഴ്ചപ്പാടുകളേക്കെടുത്തും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയെ തന്നെ തകർത്ത് കളയും. ഇങ്ങനെയൊരു 5 പേര് നമ്മുടെ ചുറ്റിലുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 പേരും അവരുടെ ഇമോഷൻ അനുസരിച്ച് നമ്മളോട് പെരുമാറിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ ചിന്തകളോ ഇമോഷൻസോ ആയിരിക്കരുത് നമ്മളെ നിയന്ത്രിക്കുന്നത്. അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ ഇമോഷൻസ് തീർന്നു കഴിയുന്നതോടുകൂടി അവർ ഫ്രീ ആയിട്ട് പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരെന്തൊക്കെ ഇമോഷൻസ് പ്രകടിപ്പിച്ച് നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും നമുക്ക് വേണ്ട ഒരു മാനസിക പക്വതയിലൂടെ നമ്മുടെ സന്തോഷത്തെ നമുക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാനായിട്ട് തുടരാനായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനി മുതലെങ്കിലും മറ്റുള്ളവരുടെ ഇമോഷൻ അനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ചില അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ, അനാവശ്യമായ വഴക്കുകൾ, അനാവശ്യമായിട്ടുള്ള ചില പ്രഹസനങ്ങൾ, ഇതൊക്കെ വല്ലാതെ തളർത്തി കളയാറുണ്ട്. ഈ ഒരു തളർത്തൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ മാനസിക പക്വതയിലൂടെ നമുക്കിതെല്ലാം റിക്കവർ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ മേഖലയെ നമുക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിനെ തീർച്ചയായും നമ്മളെ സഹായിക്കുന്നതാണ് പ്രാർത്ഥനകളും ദൈവവിചാരവും ദൈവവിശ്വാസവും ഒക്കെ. നമുക്ക് കഴിയാത്ത പലതും സാധിച്ചു തരാനായിട്ട് ദൈവത്തിന് സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ചിലപ്പോഴെങ്കിലും നമുക്ക് സന്തോഷം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിക്കുക. ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പുറമേയുള്ള ഒരു ശക്തിക്കും നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയാനായിട്ട് സാധിക്കുകയില്ല. അതെപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു അനുഭവം നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുക. ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ മൂലം നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഹൃദയം വേദനിച്ചാണ് നിങ്ങൾ കഴിയുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലല്ല, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി ആ സന്തോഷത്തെ മറ്റൊരാൾക്കും കെടുത്താനുള്ള അവകാശമില്ല എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി അത് നമ്മുടെ സ്വന്തമാണെന്ന് കരുതിക്കൊണ്ട് നമുക്ക് മാത്രമേ നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ അവകാശമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും വളരെയേറെ സഹായിക്കും. കാരണം ദൈവത്തിൻ്റെ ഒരു സ്നേഹവും ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതിന് നമ്മൾ പ്രാർത്ഥനയാകുന്ന വലിയൊരു മീഡിയത്തിലൂടെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.